അങ്ങനെ മറ്റൊരിടത്ത് റിമ്മിനും സാങ്ങിനും സംശയം ഉള്ളതുകൊണ്ട് തന്നെ അവരത് തീർക്കാനായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവരങ്ങനെ സാറിന്റെ ക്യാബിനെത്തി സർട്ടിഫിക്കറ്റ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആ ഒരു എഗ്രിമെന്റ് കിട്ടുന്നത്. ഇപ്പോൾ എഗ്രിമെന്റ് ചെയ്ത പെൺകുട്ടിയുടെ പേര് വരെ അതിലുണ്ടായിരുന്നു. എന്താണെന്ന് സംഭവം എന്ന് അറിയാനായിട്ട് അവർ തീരുമാനിക്കുന്നു. അങ്ങനെ ആ സൗന്ദര്യം കൂട്ടാൻ ആഗ്രഹിച്ച പെൺകുട്ടി ബാത്റൂമിൽ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് രണ്ട് പെൺകുട്ടികൾ വരുന്നത്. ഇവർ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കാവുന്നു. അങ്ങനെ ആ വഴക്കിനിടയിൽ അവളുടെ ഫോൺ താഴെ വീണ് ഡിസ്പ്ലേ പൊട്ടി ചിഹ്നം ഭിന്നമാവുന്നുണ്ട്. ഇത് കാണുമ്പോൾ അവൾക്ക് ആ ഫോൺ എങ്ങനെയാണോ പൊട്ടിയത് അതുപോലെ തന്നെ അവളുടെ മുഖവും അങ്ങനെ ആവുന്ന പോലെ തോന്നി. അവൾ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഒരു റൂമിൽ തണിച്ചിരിക്കുന്ന അവളെയാണ്. അങ്ങോട്ടേക്ക് അവളെ അന്വേഷിച്ച് റിമ്മും സാങ്ങും എത്തുന്നുണ്ട്. അവരെങ്ങനെ എന്താണ് സംഭവിച്ചതെന്ന് സംസാരിച്ച് നിൽക്കുന്നതിനിടയ്ക്ക് അവൾ മാഞ്ഞു പോകുന്നു. അവളുടെ കയ്യിൽ നിന്ന് താഴെ വീണ ഫോൺ എടുക്കാൻ റിമ്മും അതുപോലെ തന്നെ ഹാൻസാറും ഒരുമിച്ചായിരുന്നു വന്നിരുന്നത്. അപ്പോഴേക്കും റിം എല്ലാ കാര്യങ്ങളും മറന്നിരുന്നെങ്കിലും ഹാൻസാറിന്റെ കയ്യിൽ